പോണാടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി ഭരണി കാർത്തിക മഹോത്സവം മാർച്ച് 21, 22, 23 തീയതികളിലായി നടത്തപ്പെടുന്നുവെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അശ്വതി നാളിൽ മാർച്ച് 21 തീയതി പതിവ് ഉത്സവ ചടങ്ങുകൾക്കു ശേഷം 8 മണിക്ക് പൊങ്കാല നിവേദ്യം, പൂജ എന്നിവ നടക്കും. വൈകിട്ട് 4:30 നട തുറക്കൽ, 5:30 തിരുവരങ്ങിൽ തിരുവാതിര, 6:15 ദീപാരാധന, 6:45 രാഗമാലിക പോണാട് അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ നൃത്തസന്ധ്യ, 8 മണിക്ക് അത്താഴഊട്ട്, 9 മണിക്ക് ശ്രീ മഹാദേവ നൃത്ത വിദ്യാലയം വലവൂർ അവതരിപ്പിക്കുന്ന നൃത്താർച്ചന. മീനഭരണി ദിവസമായ മാർച്ച് 22 പതിവ് ഉത്സവ ചടങ്ങുകൾക്കു ശേഷം 8 മണിക്ക് ശ്രീബലി എഴുന്നള്ളിപ്പ് അടിച്ചിറക്കാവിലേക്ക്, 9 മണിക്ക് അടിച്ചിറക്കാവിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിപ്പ്, കാവടി, കുംഭകുടം ഘോഷയാത്ര, കരകനൃത്തം, പമ്പമേളം എന്നിവയുടെ അകമ്പടിയോടെ താലപ്പൊലിയോടുകൂടി കാണിക്ക മണ്ഡപത്തിൽ എഴുന്നള്ളിപ്പിന് സ്വീകരണം നൽകും. 11:30 തിരുവരങ്ങിൽ ശ്രീദുർഗ വീരനാട്യ സംഘം പോണാട് അവതരിപ്പിക്കുന്ന വീരനാട്യം അരങ്ങേറും. തുടർന്ന് മഹാപ്രസാദ ഊട്ട് നടക്കും. പതിവ് ഉത്സവ ചടങ്ങുകൾക്ക് ശേഷം വൈകിട്ട് 8 മണിക്ക് ചരിത്രപ്രസിദ്ധമായ ചൂട്ടുപടയണി നടക്കും. അപൂർവം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ആചാരമാണ് ചൂട്ടുപടയണി. പുരുഷന്മാരാണ് സാധാരണയായി ചൂട്ടുപടയണിയിൽ പങ്കെടുക്കുന്നത്. വ്രതശുദ്ധിയോടെ വേണം ചൂട്ടുപടി എടുക്കേണ്ടത്. തുടർന്ന് തിരുവരങ്ങിൽ നൃത്തനാടകം കാലഭൈരവി. മാർച്ച് 23 കാർത്തിക ദിനത്തിൽ പതിവ് ഉത്സവ ചടങ്ങുകൾക്ക് ശേഷം ശ്രീബലി എഴുന്നള്ളിപ്പ്, 11:30 തിരുവരങ്ങിൽ കഥാകഥനം, തുടർന്ന് 12 മഹാപ്രസാദ ഊട്ട്. വൈകുന്നേരം പതിവ് ഉത്സവ ചടങ്ങുകൾക്ക് ശേഷം എഴുന്നള്ളിപ്പ് കോക്കാപ്പള്ളി ജംഗ്ഷനിലേക്ക്. സമൂഹ പറക്കു ശേഷം താലപ്പൊലിയോടുകൂടി തിരിച്ച് ക്ഷേത്രത്തിലേക്ക്. 6:30 തിരുവരങ്ങിൽ തിരുവാതിര, 7 മണിക്ക് ദീപാരാധന, കാർത്തിക ദീപക്കാഴ്ച, 9 മണിക്ക് ജിൻസ് ഗോപിനാഥ് നയിക്കുന്ന ത്രയംബകം ഭജൻസ്, രാമപുരം അവതരിപ്പിക്കുന്ന ഭജൻസ്, 12 മണിക്ക് വിളക്കിന് എഴുന്നള്ളിപ്പ്. പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ റെജി പുതുച്ചേട്ട്, ബിജുമോൻ കുഴിമറ്റത്തിൽ, വിഷ്ണു എസ് നായർ കൊടക്കലുങ്കൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ക്ഷേത്രത്തിലെ അശ്വതി ഭരണി കാർത്തിക മഹോത്സവം മാർച്ച് 21, 22, 23 തീയതി നടത്തുന്നു. പ്രധാനമായിട്ട് പൊങ്കാലയാണ്. രാവിലെ 8 മണിക്ക് പൊങ്കാല നിവേദ്യമാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം നൃത്തസന്ധ്യയുണ്ട്. അത്താഴമൂട്ട്, പിന്നെ മീനഭരണി മാർച്ച് 22 തീയതി ഞായറാഴ്ച. അടിച്ചറങ്ങാവിൽ നിന്ന് 9 മണിക്ക് കാവടി കുംഭകോണം ഘോഷയാത്രയോടുകൂടി താലപ്പൊലിയുണ്ട്. കാണിക്ക മണ്ഡപത്തിൽ നിന്ന് താലപ്പൊലിയോടുകൂടി കാവിലേക്ക് എഴുന്നള്ളത്ത്. പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രസാദകൂട്ടുണ്ട്, 5 മണിക്ക് ദീപക്കാഴ്ച, ദീപാരാധന, ചൂട്ടുപടയണി. അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു കല ആണ് ചൂട്ടുപടയണി. പിന്നെ 12 മണിക്ക് എഴുന്നള്ളത്ത്, എതിരേപ്പ, തറവായിട്ടും പുറത്ത്. i4 ന്യൂസ്, പാലാ.